ഹായ്, ഹലോ. നമുക്കിന്നൊരു കൊഞ്ചിൻ്റെ അച്ചാറുണ്ടാക്കാം. അതിനായിട്ടൊരു 5 കിലോയോളം വരുന്ന കൊഞ്ച് വൃത്തിയാക്കി നമുക്കെടുക്കാം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് കുഴച്ച് വയ്ക്കുക. വെളുത്തുള്ളി ഒരു 250ഓളം വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി ഒരു 150 ഗ്രാമോളം വരുന്ന ഇഞ്ചി എടുക്കണം. വെളുത്തുള്ളി കൂടുതലിട്ടാലും നല്ലത് തന്നെയാണ്. എന്നാലും ഒരു കണക്കിന് 150 ഇഞ്ചി, ഒരു 7-8 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 500 ഗ്രാം വരുന്ന നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരി വയ്ക്കാം. കരിഞ്ഞു പോകാതെയും അടിക്ക് പിടിക്കാതെയും സൂക്ഷിക്കണം. എന്നിട്ടത് നമുക്ക് കോരി ഓരോ പാത്രങ്ങളിലേക്ക് വെച്ചേക്കാം. എന്നിട്ട് ഒരു ഉരുളിയിലേക്ക് നമ്മൾ ആ വറുത്തതിൻ്റെ ബാക്കി എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് തെളിയിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഒരു 250 ഗ്രാമോളം വരുന്ന മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, ഒരു 1/2 സ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ കായപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ, ഇത്രയും ചേർത്ത് ആ എണ്ണയിലിട്ട് ചിക്കി എടുക്കുക. കടുക് താളിച്ചിട്ട് അതിലേക്ക് ഈ പൊടിയെല്ലാം കൂടെ തട്ടിയിടുക. എന്നിട്ട് നന്നായി ചിക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടി പിടിക്കാതെയും കരിയാതെയും അതിനെ നന്നായി ഇളക്കി എല്ലായിടവും യോജിക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കൊഞ്ച് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീരകപ്പൊടിയാണ്, ഉലുവാപ്പൊടി ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം കായം പൊടിച്ചത് അതും 1 സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം യഥാക്രമം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് അനുവദിക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. പച്ചമണം മാറിയത് ഒരു ഗോൾഡൻ പരുവത്തിലാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി, ഞാൻ പറഞ്ഞല്ലോ 250ഓളം വരുന്ന മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, ജീരകപ്പൊടി, ഇതാണ് അതിനകത്ത് ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടെ അതിനകത്തേക്കിട്ട് നല്ലെണ്ണയാണ്. അത് എന്തെങ്കിലും മായമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നത് തിളയ്ക്കുന്ന ഭയങ്കര തിള പോലെയാണ്, എപ്പോഴും പതയുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചേർത്ത് കൊടുത്തത് വിനാഗിരിയാണ്. അതും 1 ഗ്ലാസ്സോളം കണക്കാക്കിയിട്ട് വിനാഗിരി, കാരണം ഒരുപാട് വിനാഗിരി ചേർത്തില്ല. കൊഞ്ചച്ചാറെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി നാളൊന്നും ആരും വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാലം സൂക്ഷിക്കാനല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് കഴിച്ച് തീർക്കും ആളുകളൊക്കെ. എല്ലാം അതുകൊണ്ട് കൂടുതൽ നാൾ വെച്ച് കേടാവാതിരിക്കണമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു ഗ്ലാസ് മാത്രമേ ഞാൻ വിനാഗിരി ചേർത്തുള്ളൂ. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 പിടി കല്ലുപ്പ്. അതും അതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഏകദേശം പാചകം കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് എല്ലാം സെറ്റായി കഴിയുമ്പോൾ കണ്ടോ അച്ചാർ റെഡിയായി. നിങ്ങൾ കൊഞ്ച് കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ കൊഞ്ചിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. വാങ്ങിയിട്ടാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേങ്കിലും ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടതാണെന്ന്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണേ, ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.